ശരാശരി എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ പാർട്ട് 2ലേക്ക് സ്വാഗതം. നമുക്ക് പാർട്ട് 2 ടൈപ്പ് നമ്പർ 4 ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യത്തെ 50 ഇരട്ട സംഖ്യകളുടെ ശരാശരി എത്ര? നോക്കണേ, ആദ്യത്തെ 50 ഇരട്ട സംഖ്യകളുടെ ആദ്യത്തെ 50 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ 50 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇതിനകത്ത് ഈ ചോദ്യത്തിൽ നോട്ട് ചെയ്യേണ്ടത് ആദ്യത്തേതെന്ന് പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ ഇരട്ട സംഖ്യ 2 ആണല്ലോ. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ഇരട്ട സംഖ്യ 4, മൂന്നാമത്തെ ഇരട്ട സംഖ്യ 6. ശ്രദ്ധിക്കൂ, ഈ 3 ഇരട്ട സംഖ്യകളുടെ ശരാശരി നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. 2 + 4 + 6 / 3. ആവറേജ് കണ്ടുപിടിക്കാൻ, ആദ്യത്തെ 3 ഇരട്ട സംഖ്യകളുടെ ആവറേജ് കണ്ടുപിടിക്കാൻ, ശരാശരി കണ്ടുപിടിക്കാൻ 2നെയും 4നെയും 6നെയും കൂടെ കൂട്ടിയിട്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ 2ഉം 4ഉം 6, 6ഉം 6ഉം 12, 12നെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, നമുക്ക് ഉത്തരം കിട്ടുന്നു 4. ക്ലിയർ ആണേ? നോക്കൂ, ആദ്യത്തെ 4 ഇരട്ട സംഖ്യകളുടെ ശരാശരി നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. കേരള PSC പരിഷ്കരിച്ച് 15,000 മിനിറ്റ് സിലബസ് ഓറിയന്റഡ് വീഡിയോ ക്ലാസ്സുകളും 1,00,000 മുൻവർഷ ചോദ്യങ്ങളുമായി PSCtalks നിങ്ങളോടൊപ്പമുണ്ട്. ഇനി നടക്കാനിരിക്കുന്ന LD ക്ലർക്ക്, LGS, പോലീസ് കോൺസ്റ്റബിൾ, സബ് ഇൻസ്പെക്ടർ, LP, UP തുടങ്ങിയ ബൾക്ക് റിക്രൂട്ട്മെന്റ് നടക്കുന്ന പരീക്ഷകളിൽ PSCtalks ഉപയോഗിച്ച് പഠിക്കുന്നവർ മികച്ച റാങ്ക് കൈവരിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. കേരള PSCയുടെ പൾസ് അറിഞ്ഞ് ചെയ്തെടുത്തിരിക്കുന്ന ആപ്ലിക്കേഷനാണ് PSCtalks. അപ്പൊ കണ്ടെത്തുന്നത് എങ്ങനെയാണ്? 2ഉം 4ഉം 6ഉം 8ഉം കൂടി നമ്മൾ കൂട്ടുന്നു. അപ്പൊ 2ഉം 4ഉം 6, 6ഉം 6ഉം 12, 12ഉം 8ഉം 20, 20നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, 20നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഉത്തരം 5. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കൂ, ഈ ഉത്തരങ്ങളെ ശ്രദ്ധിക്കൂ. ആദ്യത്തെ 3 ഇരട്ട സംഖ്യകളുടെ ശരാശരി 3ന്റെ അടുത്ത സംഖ്യയായ 4 ആണ് കിട്ടിയത്. 4 ഇരട്ട സംഖ്യകളുടെ ആദ്യത്തെ 4 ഇരട്ട സംഖ്യകളുടെ ശരാശരി 4ന്റെ തൊട്ടടുത്ത സംഖ്യയായ 5നെയാണ് കിട്ടിയത്. ആദ്യത്തെ 5 ഇരട്ട സംഖ്യകളുടെ ശരാശരി നിങ്ങൾ കണ്ടു നോക്കൂ, നിങ്ങൾക്ക് ഉത്തരം 6 കിട്ടും. ആദ്യത്തെ 7 ഇരട്ട സംഖ്യകളുടെ ശരാശരി 8 കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ആദ്യത്തെ 50 ഇരട്ട സംഖ്യകളുടെ ശരാശരി ഉത്തരം 51 ആയിരിക്കും. ക്ലിയർ ആണ്? ഇത്തരം ചോദ്യങ്ങളിൽ ശരാശരി കണ്ടുപിടിക്കേണ്ട ഫോർമുല n+1. ആദ്യത്തെ എന്നുകൂടി വേണം. ആദ്യത്തെ n ഇരട്ട സംഖ്യകളുടെ ശരാശരി കണ്ടുപിടിക്കാൻ n-ന്റെ കൂടി ഒന്നുകൂടി കൂട്ടിയാൽ മതി. ആദ്യത്തെ 100 ഇരട്ട സംഖ്യകളുടെ ശരാശരി 101. ആദ്യത്തെ 50 ഇരട്ട സംഖ്യകളുടെ ശരാശരി 51. ആദ്യത്തെ 25 ഇരട്ട സംഖ്യകളുടെ ശരാശരി 25ന്റെ കൂടെ 1 കൂട്ടുന്നു 26.